ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ജോലി കിട്ടും. വന്നതോടുകൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് ഒക്കെ കഴിഞ്ഞില്ലേ? അതുമല്ലെന്നുണ്ടെങ്കിൽ എവിടെ തുടങ്ങണം? SEO ആണോ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണോ, അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണോ? ഈ ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഡൗട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ബിക്കോസ് ഇന്ന് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണെങ്കിൽ, ഇത് ഒരു കരിയർ സ്വിച്ച് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കൊരു കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളെല്ലാവരും ഇന്ന് കാണുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ബിസിനസ് എല്ലാം, മിക്ക ബിസിനസ്സും ഇപ്പൊ ഗ്രോ ചെയ്യുന്നത് ഓൺലൈൻ ത്രൂ ആണ് അല്ലെ. എല്ലാ മാർക്കറ്റിംഗ് നടക്കുന്നതും ഇപ്പം ഓൺലൈൻ ത്രൂ ആണെന്ന് പറയാം. സോഷ്യൽ മീഡിയാസ് വഴിയാണ്. സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്തിട്ടാണ് മിക്ക ബിസിനസ്സും ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന്. അത് മാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നമ്മൾ ഒരു ബിസിനസ് ഓൺലൈൻ ത്രൂ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ സ്ട്രാറ്റജീസും അതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷം മുന്നേ വരെയൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ മാർക്കറ്റിംഗിന് യൂസ് ചെയ്തിരുന്നതെല്ലാം ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ TV, റേഡിയോ, ന്യൂസ് പേപ്പർ, അങ്ങനത്തെ കുറെ കാര്യങ്ങളിലൂടെയാണ് മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല അല്ലെ. ഇപ്പൊ സോഷ്യൽ മീഡിയാസ് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ലിങ്ക്ഡിൻ, യൂട്യൂബ്, അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമും ത്രൂ നമ്മൾ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുവഴിയൊക്കെ ഈ സോഷ്യൽ മീഡിയാസ് വഴി വരുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തുക, നമ്മുടെ ബിസിനസിനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ ഡിജിറ്റലി യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ബിസിനസിനെ ഗ്രോ ചെയ്യുന്നതിനാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു ബേക്കറി തൊട്ടിട്ട് വലിയ വലിയ കമ്പനികൾ വരെ ഇന്ന് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും കുറയുന്നില്ല. എത്ര കാലത്തോളം ബിസിനസ് ഉണ്ടോ അത്ര കാലത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാവും, ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും ഒരുപാട് പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നത്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയയുടെ സ്കോപ്പ് ഒരിക്കലും കുറയുന്നില്ല, അത് കൂടത്തതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇയേഴ്സ് കൂടുന്തോറും അതിനുള്ള സ്കോപ്പുകൾ കൂടുന്നു. ഒരു 9-10 വർഷം മുന്നേ വരെയൊക്കെ ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റിയൊന്നും അത്രയും തിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്രയും സംസാരിച്ചിട്ടോ ഇല്ല. പക്ഷെ റീസെന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പൊ കംപ്ലീറ്റ്ലി നമ്മൾ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ആണ്. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എവിടെ മാർക്കറ്റിംഗ് ഉണ്ടോ, എവിടെ ബിസിനസ് ഉണ്ടോ അവിടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് സ്കോപ്പ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കരിയർ സ്കോപ്പിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു പോസ്റ്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്കായിരിക്കും നമുക്ക് ആ ഒരു പോസ്റ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഒരുപാട് ഓപ്ഷൻസ് ആ കരിയേഴ്സിന്. നമുക്ക് ഏതിലാണോ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് അതിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിലാണോ ഇൻട്രസ്റ്റ് വരുന്നത്, ഫോർ എക്സാമ്പിൾ SEO ആണെങ്കിൽ SEO, അല്ലെങ്കിൽ കോണ്ടന്റ് മാർക്കറ്റിംഗ്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ ആഡ്സ്, മെറ്റ ആഡ്സ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എടുക്കുന്ന സമയത്ത്, നമുക്ക് പഠിക്കുന്ന സമയത്ത് ഏതിലാണോ ഇൻട്രസ്റ്റ് കൂടുതൽ, നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അത് നമുക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പം കരിയർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് മാത്രം ഒരു പോസ്റ്റ് അല്ല, ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്ത സമയത്ത് ഞാൻ ആക്ച്വലി കരിയർ സ്വിച്ച് ചെയ്തത്. കാര്യം 5-6 വർഷത്തോളം ഞാൻ നെറ്റ്വർക്കിംഗ് ഫീൽഡിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് വന്നിട്ട്, ഞാൻ ആ സമയത്ത് കരിയർ സ്വിച്ചിന്റെ കാര്യം അത്രയും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് വന്നു. അപ്പം ഇതിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആക്ച്വലി ഞാൻ കരിയർ സ്വിച്ച് എന്ന് പറഞ്ഞൊരു വലിയൊരു റിസ്ക്കാണ് ഞാൻ എടുത്തത്. വലിയൊരു റിസ്ക് എടുത്തിട്ട് അത്രയും എക്സ്പീരിയൻസ് അവിടെ ഇതാക്കിയിട്ടാണ് ഇതിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഒത്തിരി സ്കോപ്പ് നമുക്കുണ്ട്. അപ്പൊ എനിക്കിത് പഠിച്ച സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ SEO ആയിരുന്നു, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പൊ അതിലാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വന്നത്. അപ്പൊ ഞാൻ അതിലാ കൂടുതലും ഫോക്കസ് ചെയ്തത്. അപ്പം SEOയിൽ തന്നെ പല പല കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് പെർഫോം ചെയ്യാനായിട്ടുണ്ട്. SEOയിൽ നമ്മൾ മെയിൻലി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ബെസ്റ്റ് ഫോൺ അണ്ടർ 20,000 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ കുറെ പേജസ് ലിസ്റ്റ് ചെയ്യും, അല്ലെ, കുറെ വെബ്സൈറ്റ്സ് ലിസ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഹൗ ടു ലോസ് വെയിറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റെസ്റ്റോറന്റ് നിയർ മീ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറെ വെബ്സൈറ്റ്സുകൾ കുറെ ഇതിൽ വരും കേട്ടോ, കുറെ പേജസിലായിട്ടും വരും. അപ്പം ഫസ്റ്റ് പേജിൽ കാണുന്ന കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്, അല്ലെ. ഫസ്റ്റ് പേജിൽ കാണുന്ന വെബ്സൈറ്റുകളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പം കൂടി വന്ന സെക്കൻഡ് പേജ് അല്ലെ 3rd പേജ് വരെ പോകും. ഒരു 5th-ലോ 20th-ലോ വരുന്ന ഒന്ന് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ
അതിലേക്ക് വരെ എത്തത്തില്ല. നമ്മൾ അതിലേക്ക് വരെ നമ്മൾ പോയി അതിൽ നിന്ന് എടുക്കാൻ നോക്കത്തില്ല. ഫസ്റ്റ് പേജിൽ തന്നെ കാണുന്നത് നമ്മൾ ചൂസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പം അതിലേക്ക് നമ്മളൊരു വെബ്സൈറ്റിനെ ആ ഫസ്റ്റ് പേജിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് പേജിൽ റാങ്ക് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു വെബ്സൈറ്റിന്റെ പുറകിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഫസ്റ്റ് പേജിൽ, ഗൂഗിളിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് ബാക്ക് എൻഡിൽ. അപ്പം അതാണ് നമ്മൾ SEO ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ വെബ്സൈറ്റ് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ ചെയ്യുന്ന കുറെ പ്രോസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ SEO എന്ന് പറയുന്നൊരു ഇതിൽ വരും, അതൊരു സെഷനിൽ വരും. അപ്പം അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡീപ്പായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് SEO എന്ന് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, യൂട്യൂബ്, അങ്ങനെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം റീൽസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും കോണ്ടന്റുകൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഏതാണോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ, അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ വരുന്ന പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ്. പെർഫോമൻസ് മാർക്കറ്റിംഗ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മെറ്റ ആഡ്സ് ആണെങ്കിലും ഗൂഗിൾ ആഡ്സ്, സെയിൽസ് ക്യാമ്പയിൻസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം മെറ്റ ആഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ FB ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഒക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് കുറെ ആഡ്സ് വരാറില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെത്, കോഴ്സസിൻ്റെത്, പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ റെസ്റ്റോറന്റിന്റെ, അങ്ങനെ കുറെ കാര്യങ്ങൾ വരാറില്ലേ. ഇതൊക്കെ ആഡ് റണ്ണിങ് ചെയ്യുന്നതാണ്. അപ്പം അതൊക്കെ നമുക്ക് മെറ്റ ആഡ്സിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ ഗൂഗിളിൽ നമുക്ക് കുറെ സ്പോൺസേഡ് ആഡ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ഈ പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ആണ്. അപ്പം അവർക്ക് അതില് കുറെ കാര്യങ്ങൾ അതിലും ചെയ്യാനുണ്ട്. നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല നമ്മളിത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നുമല്ല. ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ ഓരോ ആഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓരോ ഏരിയയിലും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ വരുന്നുണ്ട് കോണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അങ്ങനെ കുറെ. അതായത് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡില് ഒരുപാട് ഏരിയ, ഇതുപോലെ തന്നെ ഒത്തിരി ഏരിയാസ് ഉണ്ട് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഗൂഗിൾ ആഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഗൂഗിൾ ആഡ് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് ഇപ്പത്തെ മെറ്റ ആഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. SEO അങ്ങനെ, അതുപോലെ തന്നെ ഇമെയിൽ മാർക്കറ്റിംഗിന്റെ സംഭവങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. കോണ്ടന്റ് മാർക്കറ്റിംഗിൽ കോണ്ടന്റുകൾ എഴുതുന്ന ആള്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഓരോരോ ഫീൽഡിലും ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു കോഴ്സ് എടുത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പൊ നമുക്കിത് ചൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സാധനം നമുക്ക് വരും. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, കോഡൊക്കെ എഴുതണോ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത്? കോഡൊക്കെ എഴുതിയിട്ടാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? നമുക്ക് കുറെ സ്കിൽസ് ഇതിനകത്ത് ആവശ്യമായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇതിനകത്ത് കോഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ചില ആൾക്കാർ വിചാരിക്കും വെബ്സൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോഡൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ചില ആളുകൾ. അപ്പം അങ്ങനത്തെ ഡൗട്ട്സ് ഉള്ള ആളുകളുണ്ട്. അപ്പം ഇതിൽ നമുക്ക് കോഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ അല്ലാതെ കുറെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് സ്കിൽസ് വേണ്ട എന്നല്ല, നമുക്ക് കുറെ സ്കിൽസ് ഇതിനകത്ത് ആവശ്യമുള്ളതായിട്ട് വരുന്നുണ്ട്. എല്ലാത്തിനെ പറ്റി നമുക്ക് കുറച്ചൊരു ബേസിക് ഐഡിയാസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ടൂൾസിനെ പറ്റി ഐഡിയ വേണം, ക്യാൻവ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ കോണ്ടന്റ് എഴുതുമ്പോൾ അതിനകത്ത് കുറച്ച് പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. പിന്നെ അതുപോലെ ഗൂഗിൾ ഡോക്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് സ്കിൽസ് വേണ്ടതായിട്ടുണ്ട്. ബേസിക് എക്സൽ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ്. കുറച്ചൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇരിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ലൊരു ലെവലിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. നമുക്ക് കുറച്ച് ഐഡിയാസ് വേണം. പക്ഷെ അത് തുടക്കത്തിലേ നമുക്ക് നല്ല ഐഡിയാസ് കിട്ടുന്നതല്ല. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ ഓരോ ഐഡിയാസ് കിട്ടും. ആക്ച്വലി ഒരു 4 to 6 months ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓവറോൾ എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്ത് വേണമെങ്കിൽ സ്പെഷ്യലൈസേഷൻ പോലെ ചെയ്യാം. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ സമയത്തെ ട്രെൻഡ് ആയിരിക്കത്തില്ല, നമ്മൾ പഠിക്കുന്ന സമയത്തെ ട്രെൻഡ് ആയിരിക്കത്തില്ല പഠിച്ചിറങ്ങി കഴിയുമ്പോൾ. ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അതായത് എപ്പോഴും ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കും, അൽഗോരിതംസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പം കുറെ ചേഞ്ചസ് പുതിയത് വരും. SEOയിലാണെങ്കിലും മെറ്റയിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും എല്ലാത്തിനും ചേഞ്ചസ് വരും. അപ്പം അത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് നിലനിന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ കോഴ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് എടുത്ത് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും അപ്പൊ നിങ്ങൾ എടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഇപ്പോ അതായത് അറിയാലോ, നമ്മളിങ്ങനെ ഗൂഗിൾ റിവ്യൂസോ അത് മാത്രം ഒന്ന് നോക്കിയിട്ട് ചെയ്യാതെ ഇപ്പൊ അവിടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസോ അല്ലെങ്കിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസോ
അവരെയൊക്കെ വിളിച്ചിട്ട് പ്രാക്ടിക്കൽ നോളജ് എത്രത്തോളം തരുന്നുണ്ട്, പ്രാക്ടിക്കൽ സെഷൻസ്, അതുപോലെ പ്രൊജക്ട്സുകൾ, അതുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന മെന്റേഴ്സ് എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് മാത്രം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുക. അല്ലാതെ കുറെ ആഡും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നമ്മൾ പോയി ചേരുന്നതിൽ നല്ലത് നല്ലതായിട്ടുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് മാത്രം ചേരുക. അപ്പൊ നമുക്ക് കുറച്ചധികം നമ്മൾ നോളജ് അവിടെ നിന്ന് കിട്ടും. ബാക്കിയൊക്കെ നമ്മൾ തന്നെ സെൽഫായിട്ട് പഠിച്ചെടുക്കുകയാണ്. കുറേ കാര്യങ്ങൾ സെൽഫായിട്ട് പഠിച്ചെടുക്കുകയാണ്. പിന്നെ ചെയ്തു വരുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ട് വരും. ആക്ച്വലി ഇത് ഏറ്റവും നല്ലൊരു ഫീൽഡാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് സെൽഫായിട്ട് കുറെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഫീൽഡിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പം അതിന് പറ്റിയൊരു ഓപ്ഷൻ ആണ് ഇതെന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് അത്. ഇഷ്ടം പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് നമുക്ക് വർക്ക് ഫ്രം ഹോം അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ഹൗസ് വൈഫ് പുറത്തു പോയി ജോബ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ചോളം നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതും ഇതിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. കോഴ്സ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ജോബ് നോക്കുന്ന സമയത്ത് നമുക്ക് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ആണ് കേട്ടോ. അത് നമുക്ക് എന്തായാലും മാൻഡേറ്ററി ആണ്. അത് നമ്മൾ നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പൊ വർക്കിന് നമ്മൾ ഇന്റർവ്യൂവിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് മിക്കപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോർട്ട്ഫോളിയോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അത് ഇപ്പൊ നമുക്ക് ചെയ്ത വർക്ക്സുകൾ കാണിക്കാൻ ചിലപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ പോലും പോർട്ട്ഫോളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്ലസ് ആണ്. പിന്നെ ചെയ്ത വർക്കുകൾ ഇപ്പം ചിലർക്ക് ഇപ്പം ചോദിക്കാറുണ്ട് നമ്മൾ ചെയ്ത വർക്കുകൾ വല്ലതും ഉണ്ടോ. അപ്പൊ നമുക്കിങ്ങനെ ഇപ്പൊ SEO ഒക്കെ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡമ്മി ആയിട്ട് കുറേ ഇതായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഓഡിറ്റ്സുകൾ ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ഓഡിറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. SEOക്കകത്ത് വരുന്നതാണ് വെബ്സൈറ്റ് ഓഡിറ്റ്, സൈറ്റ് ഓഡിറ്റ് ഒക്കെ. അപ്പം അതൊക്കെ നമുക്ക് കുറെ വെബ്സൈറ്റ്സ് നമുക്ക് തന്നെ ചൂസ് ചെയ്ത് അവരുടെ റഫായിട്ട് നമുക്ക് കുറെ സൈറ്റ് ഓഡിറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് നമ്മൾ ചെയ്ത വർക്കായിട്ട് കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അതും പ്ലസ് ഈ പോർട്ട്ഫോളിയോ അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ റെസ്യൂം കൊടുക്കുന്ന സമയത്ത് ഇവർ പോർട്ട്ഫോളിയോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ അവർ പറയുന്നത്. അപ്പൊ പോർട്ട്ഫോളിയോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഇതിനകത്ത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിച്ചത്, ഇതിനകത്ത് വല്ല സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആക്ച്വലി ഇതിനകത്ത് ഇപ്പൊ സ്കോപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് സാലറി കാര്യങ്ങൾ. അപ്പൊ സാലറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിനകത്ത് നല്ല പാക്കേജ് കിട്ടുന്ന ഒരു ഫീൽഡാണ്. അതായത് ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് ആസ് എ ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഫ്രഷറായിട്ടൊക്കെ കയറുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാലറി ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. അതായത് ഒരു 15,000 അല്ലെങ്കിൽ 20,000 തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷെ ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് വെച്ചിട്ട് നമുക്കത് കൂട്ടി കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ ഡിപ്പെൻസ് ഓൺ ദ കമ്പനി വെച്ചിട്ടും അത് കുറയാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യമുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 6 months ഒക്കെ നിങ്ങൾ ഒരു ഇന്റേൺ ആയിട്ടൊക്കെ കയറുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 2 years ഒക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് സാലറി ഒന്നും അധികം നോക്കാതാണെങ്കിലും എക്സ്പീരിയൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഒരു 2 years ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സാലറി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് കമ്പനികൾ നല്ല നല്ല പാക്കേജുകൾ കൊടുക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അത് കൂടാതെ ഈ വർക്ക് ഫ്രം ഹോം എല്ലാം കൊണ്ടും അത്രയും നല്ലൊരു അടിപൊളി ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രീലാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഈ പറഞ്ഞ മെറ്റാഡ് ആണെങ്കിലും ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഫ്രീലാൻസ് ആയിട്ട് ചെയ്ത് ഒരുപാട് ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഫീൽഡിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എല്ലാവരും ചോദിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസി ആണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈസി അല്ല, പക്ഷെ ഇമ്പോസിബിളും അല്ല. നമ്മളൊരു ഒരു ദിവസം ഒരു 1 to 2 hours ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 6 months കൊണ്ടൊക്കെ എങ്ങനെയായാലും നല്ല രീതിയിൽ ഇത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു വർഷത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ, ഈ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ട്രെൻഡുകൾ മാറുമ്പോൾ അൽഗോരിതംസ് മാറുന്ന സമയത്ത് അതിനോടൊപ്പം അതൊക്കെ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ ലേൺ ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. കാര്യമില്ല. നമ്മുടെ പഴയ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി കൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. എന്നും എന്തൊക്കെ ചേഞ്ചസ് വരുന്നു അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനൊപ്പം നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകാനും ചാൻസ് ഉണ്ട്. ഈ വീഡിയോ കുറച്ചെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, AI ടൂൾസ്, പിന്നെ SEO റിലേറ്റഡ് കുറെ വീഡിയോസ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ യൂസ്ഫുൾ ആവുന്ന ആൾക്കാരുണ്ട്, വേണം എന്നുള്ള ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോസ്. ബൈ.